നൂറിലധികം ക്രൈസ്തവ വിശ്വാസികളുടെ മരണത്തിനിടയാക്കിയ ശ്രീലങ്കയിലെ തീവ്രവാദ ആക്രമണത്തിൽ പ്രതിസ്ഥാനത്ത് കേരളമെന്ന് അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനായ സഹ്റാൻ ഹാഷിം നിരവധി തവണ മലപ്പുറം സന്ദർശിച്ചിരുന്നുവെന്നും സ്ഫോടനത്തിലെ ചാവേറായിരുന്ന മുഹമ്മദ് മുഖാറക് ഹസൻ ഇന്ത്യയിലെത്തിയിരുന്നുവെന്നുമാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ കസ്റ്റഡിയിലുള്ള IS ഭീകരനിൽ നിന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ഈ വിവരം ലഭിച്ചത്. അതേസമയം വിവിധയിടങ്ങളിലുണ്ടാകുന്ന ഭീകരാക്രമണങ്ങളിൽ കേരളത്തിനുണ്ടാകുന്ന പങ്കിൽ ആശങ്ക ശക്തമാവുകയാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വന്ന NIA-യുടെ നോട്ടപ്പുള്ളികളായിരുന്നു നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന NDJ പ്രവർത്തകർ. IS ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റിലായ ഇന്ത്യക്കാരിൽ നിന്നാണ് NDJ തലവന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ NIA-ക്ക് ലഭിച്ചത്. ഇപ്പോൾ ജയിലിലുള്ള ഇവരെ പിടികൂടുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തടക്കം റെയ്ഡുകൾ നടന്നിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് NIA ശ്രീലങ്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയത്. ഇതിനിടെ ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ സൂത്രധാരനായ സഹ്റാൻ ഹാഷിം മലപ്പുറം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രമാണ് 2017 ഹാഷിം കേരളം സന്ദർശിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള പ്രാദേശിക ഭീകര സംഘടന നാഷണൽ തൗഹീദ് ജമാഅത്തിന്റെ മേധാവിയായിരുന്നു സഹ്റാൻ ഹാഷിം. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, തിരുനെൽവേലി, വെല്ലൂർ, നാഗപട്ടണം എന്നിവിടങ്ങളിലും സഹ്റാൻ ഹാഷിം സന്ദർശിച്ചതായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ IS ഘടകവുമായി ഹാഷിമിന് ബന്ധമുണ്ടായിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. അതേസമയം സമീപകാലത്ത് ഇന്ത്യയിലും വിദേശത്തുമായി നടക്കുന്ന എല്ലാ ഭീകരാക്രമണങ്ങളിലും കേരളം സംശയമുനയിലെത്തുന്നത് പതിവാകുന്നതിൽ ആശങ്കയുയരുകയാണ്. മുൻകാലങ്ങളിൽ സമാനമായ പല കേസുകളിലും മലയാളികളുടെ പങ്കുണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. മതപരമായ മതാന്ധതയോടെ അനുസരിച്ച് കുറേ തീവ്രവാദം നടക്കുന്നുണ്ട്. അത് IS-ലേക്ക് പോകാനുള്ള ഒരു ആകർഷണം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുൻകാല ചരിത്രത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം കേരളവും IS-ഉമായിട്ട് അതുപോലെ തീവ്രവാദമായിട്ട് വളരെ കൂടുതൽ ബന്ധമുണ്ട്. അത് പ്രബുദ്ധ കേരളവും കേരള മോഡലുമൊക്കെ വലിയ ചർച്ചയും അഭിമാനവുമാക്കുന്ന മലയാളി ഇക്കാര്യത്തിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലെ ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്നത്. സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ ആഗോള തീവ്രവാദത്തിന്റെ പരിശീലന കളരിയായി കേരളം മാറുന്ന സ്ഥിതി ഉണ്ടാകും. ഷെക്കേന ന്യൂസ് ബ്യൂറോ, ദില്ലി.